ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയും ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തു. മാ ഇൻഡി ബംഗാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സമന്ത പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. തമിഴിൽ എങ്കൽ തങ്കം എന്നാണ് പേര് വന്നിട്ടുള്ളത്. സമന്തയെ കൂടാതെ ഒരു ഫീമെയിൽ ലീഡ് ചെയ്യുന്ന പിന്നെ ഓറിയന്റഡ് മൂവിയാണ്. സമന്ത തന്നെയാണ് മെയിൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വേറെ കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത് ഗുൽഷൻ ദേവയാണ്. പിന്നെ വില്ലനായിട്ട് വന്നിട്ടുള്ളത് കിടലം പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഈ സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയകരസ്ഥ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നല്ലൊരു വിജയകരസ്ഥമാക്കിയ സിനിമയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തു. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ മിസ്സായ പോയ സിനിമയാണ്. ഇപ്പോൾ പിന്നെ OTT കണ്ടു. കിടിലൻ സിനിമ എന്ന് പറയാം. കിടിലൻ സിനിമയാണ്. പക്ഷേ കിടിലൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 34 മിനിറ്റ് സിനിമ ടോട്ടൽ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്. അത്ര വേണ്ടായിരുന്നു തന്നെ പറയാം. ഇതിലുള്ള ഈ പ്ലോട്ട് അടിപൊളി പ്ലോട്ടാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട പ്ലോട്ട് തന്നെയാണ്. പക്ഷെ അത് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഫീമെയിൽ ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്ത സംഭവം ഇവിടെ പിന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നായകൻ നായിക, അതായത് സമന്തയുടെ ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അവരൊന്നും അറിയാതെ കല്യാണം കഴിച്ചതായിരിക്കും. അപ്പോൾ ഒരു വലിയൊരു കുടുംബമായിരിക്കും. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടാവും. ആ ഒരു കല്യാണത്തിന് വരികയാണ്. അപ്പോൾ വന്നിട്ട് പിന്നെ സമന്ത അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരായിട്ടുള്ള പിന്നെ ലേഡീസുമായിട്ട് എങ്ങനെ മിങ്കിളാവുന്നു, അവരെങ്ങനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കോമഡി രൂപത്തിലാണ് ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അവർ കുറച്ച് മാസ് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. കിടിലൻ ട്രെയിലറായിരുന്നു. ആ ട്രെയിലർ കാണിച്ച് ശരിക്കും ട്രെയിലർ കാണിച്ച് നമ്മളെ പറ്റിച്ചു എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഈ സിനിമ കണ്ട സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഫൈറ്റുകൾ കുറച്ചുകൂടി ആവായിരുന്നു തോന്നി. ഫൈറ്റുകൾ കിടിലൻ ഫൈറ്റുകളായിരുന്നു. പക്ഷെ ഫൈറ്റുകൾ കുറച്ചുകൂടി ആവാമായിരുന്നു തോന്നി. ഇത് കുറച്ച് സ്പൂൺ ഫീഡിങ് ആയതുപോലെ തോന്നി. അതായത് എല്ലാം നമ്മളെ കാണിച്ച് നമ്മളങ്ങോട്ട് കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ പല സ്ഥലത്തും കാണിച്ച് 2.5 മണിക്കൂറിൻ്റെ സിനിമ. ഇത് ശരിക്കും ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ സിനിമ തീർത്തിരുന്നെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തന്നെ പറയാം. കോമഡി കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. സമന്തയുടെ കോമഡി, ആ ഒരു ക്യൂട്ട്നെസ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളാണ് ഏറ്റവും കിടിലായിട്ട് പറയാനുള്ളത്. കിഡിലൻ ആക്ഷൻ രംഗങ്ങൾ ഉള്ളത്. കുറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ ഉള്ളതായിരുന്നു, പക്ഷെ ഉള്ളത് സൂപ്പറായിരുന്നു. പിന്നെ ആ ഗണ്ണ് പിടിക്കുന്ന ആ രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിടിലൻ തന്നെയായിരുന്നു. ശരിക്കും ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സമന്തയുടെ ഇതിനു മുമ്പുള്ള ആക്ഷൻ സിനിമയല്ല, സീരീസ് ആയിരുന്നു. സിറ്റാഡൽ, ഹണി ബണി, അത് കണ്ടവർ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിലെ ആക്ഷനുകളും കാര്യങ്ങളും ബെസ്റ്റ് ആയിരുന്നു അതിലെ സമന്ത. അതുപോലെ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ട്. റോള് എല്ലാവരും പിന്നെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായി കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലഘട്ടം കാണിക്കുന്നത് കുറച്ച് പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത് സിനിമയിൽ. അപ്പോൾ വില്ലൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഗുൽഷൻ ദേവിയും കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാണിച്ച് നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ആ ഒരു തോന്നിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷണൽ കണക്റ്റ് ആയി. പക്ഷെ പിന്നെയും നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അത് കണക്റ്റ് ആയത് തന്നെ വഴുതി പോകുന്ന പോലെ തോന്നിയിട്ടുള്ളത്. എന്നാലും ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അതാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, കുറച്ച് സ്പൂൺ ഫീഡിങ് ആയിപ്പോയി എന്നുള്ളതാണ്. ബാക്കിയൊക്കെ കിടിലായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. മാ ഇൻഡി ബംഗാരം, എങ്കൽ തങ്കം ആണ് സിനിമയുടെ പേര്. സമന്തയുടെ കിടിലൻ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് നോക്കാം. രണ്ടാമത്തെ സിനിമ നമ്മുടെ മലയാളത്തിൻ്റെ വിനയപുത്രൻ എന്നൊക്കെ പറയാവുന്ന ഈ അടുത്ത് കുറേ ട്രോളുകൾ വാരിക്കൂട്ടിയ നമ്മുടെ ജയറാമേട്ടൻ്റെ സിനിമയാണ്. ജയറാം, പിന്നെ ഉർവശി, മിഷ്കിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പരിമള ആൻഡ് കോ ആണ് സിനിമയുടെ പേര് വരുന്നത്. സാൻഡി മാസ്റ്റർ ഉണ്ട്, യോഗി ബാബു ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു സ്പൂഫ് സെറ്റപ്പിൽ ചെയ്തൊരു സിനിമ എന്ന് കൂടി പറയാം. അതായത് പിന്നെ ജയറാമും ഉർവശി ഭാര്യ ഭർത്താവായിരിക്കും, 2 പെൺകുട്ടികളായിരിക്കും. ഈ പെൺകുട്ടികളെ ഇളയ കുട്ടിയുടെ എട്ടിനെ പിന്നെ ശല്യപ്പെടുത്തുന്ന ഒരാൾ ആ ഒരു ചേരിയിൽ, ആ ഒരു പ്രദേശത്തെ ഭയങ്കര
പിന്നെ എന്താ പറയുക ഒരു റൗഡി ആയിരിക്കും. ആ റൗഡി ഒരു കൊല്ലപ്പെടുന്ന സമയത്ത് ഈ 4 പേര്, ജയറാം, ഉർവശി, 2 മക്കള്, ഈ 4 പേരിൽ ആരോ ഒരാൾ പിന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ആരാണ് ഇവരൊക്കെ നാലാൾക്കും അറിയണ്ടാവില്ല. അതിലുള്ള ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും അത് തന്നെയാണ് സിനിമ. ട്രെയിലറിൽ എന്താണ് കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സിനിമ. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല സിനിമയിൽ. വലിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ട്വിസ്റ്റൊന്നും എന്താ പറയുക, ഫലമായില്ല എന്ന് തന്നെ പറയാം. സ്ക്രിപ്റ്റ് ആണ് തിരക്കഥ. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ് ആയിട്ടൊക്കെ തോന്നി. സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നി സിനിമ. ആ രീതിയിലാണ് കൊണ്ടുവച്ച് നിർത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവച്ച് നിർത്തുന്ന രീതിയിലൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തന്നെ പറയാം. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഉർവശി കുറച്ച് ഓവർ ആക്ടിങ് പോലെ തോന്നി. അത്രയും ഒരു ഇത് വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയറാം ഭയങ്കര വിനയാനിതനായി നിൽക്കുന്ന ആ രീതിയിലുള്ള സംഭവം. പിന്നെ ഒരു ജയറാമിൻ്റെ അടുത്തുള്ള പെർഫോമൻസ് അതൊന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള പെർഫോമൻസ് കിട്ടിയില്ല എന്നാണ് പറയാം. പിന്നെ മിഷ്കിൻ കൊള്ളാമായിരുന്നു. പിന്നെ മൂത്ത മകളായിട്ട് വന്ന നടിയുടെ പേര് സഞ്ജന കൃഷ്ണമൂർത്തി. സൂപ്പറായിരുന്നു. കോമഡി കാര്യങ്ങളൊക്കെ കിഡിലായിരുന്നു. ഡയലോഗ്സ്, ഡെലിവറി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. പക്ഷേ മലയാളത്തിനേക്കാളും നല്ലത് തമിഴിനെ കാണുന്നതാണ്. തമിഴ് ഡബ്ഡ് വേർഷനാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു തട്ടിക്കൂട്ട് പോലെയാണ് തോന്നിയിട്ടുള്ളത്. രസമായി തോന്നിയില്ല. അതിലൊക്കെ കുറേ പഴച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. ക്ലൈമാക്സിലേക്ക് വെറും തട്ടിക്കൂട്ട് പോലെയാണ് തോന്നിയിട്ടുള്ളത്. 2 മണിക്കൂറും 11 മിനിറ്റുണ്ട് സിനിമ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. C5 അവൈലബിൾ ആയിട്ടുള്ളത്. മലയാള അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. തിയേറ്ററിലും പരാജയപ്പെട്ട ഒരു സിനിമ കൂടിയാണ് കേട്ടോ. അത് സിനിമ തിയേറ്ററിൽ പരാജയപ്പെടാൻ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും. ഒരു മോഹിനിയാട്ടം സ്റ്റൈലിൽ എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പാളിപ്പോയി എന്ന് പറയാം. ഒരു മോഹിനിയാട്ടം സ്റ്റൈൽ. മോഹിനിയാട്ടം നിങ്ങൾ കണ്ടതല്ലേ, കിടലായിട്ടല്ലേ. പക്ഷെ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നൊരു ഡാർക്ക് ഹ്യൂമർ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷേ എവിടെ എത്താതെ പോയി എന്നുള്ളതാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സിനിമ. സ്റ്റാർട്ടിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. സ്റ്റാർട്ടിംഗ് ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറൊന്നും രസമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോയ വെറുപ്പിലായി എന്ന് തന്നെ പറയാം. അപ്പോൾ C5 അവൈലബിൾ ആണ്. പരിമള & കോ. ഓക്കെ. അപ്പോൾ പരിമള & കോ, അതുപോലെ തന്നെ എങ്കൽ തങ്കം, മാ ഇൻഡി ബംഗാരം, ഈ 2 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ 2 സിനിമകളിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.